ദേ പോയി താ വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുരേഷ് ഗോപിയുടെ ഒരു റിയാലിറ്റി ഷോയിലെ ഡയലോഗാണ്. അതായത് നമ്മൾ ഫേസ്ബുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ മറ്റേ വീഡിയോ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ആകെപ്പാടെയുള്ള മൊബൈൽ ഡേറ്റ ടപ്പേന്ന് മൊബൈൽ ഡാറ്റ ഒക്കെ തീർന്നു. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? അത് പറഞ്ഞുതരാം. നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും. ഇതിനെന്ത് ചെയ്യണം? അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. നിങ്ങളുടെ മുകളിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്ന റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പടമുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്യും. ആ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും. ആ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ വരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ മീഡിയ എന്ന് കാണുന്നില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻ വരും. ഡാറ്റ സേവർ എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല ബോക്സ്. ആ ബോക്സിനകത്ത് നിങ്ങൾ വിരലുകൊണ്ട് ടച്ച് ചെയ്ത് ഒന്ന് ടിക്ക് ചെയ്ത് ഡാറ്റ സേവ്, അത് സേവ് ചെയ്തിടുക. അതുപോലെ തന്നെ ഈ സേവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 40% നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 40% വരെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ താഴോട്ട് വരുമ്പോൾ അവിടെ നെവർ ആട്ടോ പ്ലേ വീഡിയോസ് എന്ന് കാണും. അതായത് നിങ്ങൾ അങ്ങോട്ട് ഫേസ്ബുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളോട് ഒരു അനുവാദം ചോദിക്കുന്നു, അതും ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ സേവർ എന്നുള്ളത് ഈ നെവർ ആട്ടോ പ്ലേ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊന്നും നിങ്ങളുടെ മൊബൈൽ ഡാറ്റ തീരത്തില്ല. ഒരുപാട് സമയം നിങ്ങൾക്ക് വീഡിയോ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ ഇൻഫോർമേറ്റീവ് ആണ് വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയുകയാണ്. യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫേസ്ബുക്ക് കാണുന്നവർ ഫോളോ ചെയ്യണം. അത്